എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ മാസം 12-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: അടുത്തിടെ ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ടീ ബാഗുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് BIS നിരോധിച്ച രാസവസ്തു. ഉത്തരം എപ്പിക്ലോറോഹൈഡ്രിൻ. എപ്പിക്ലോറോഹൈഡ്രിൻ എന്ന രാസവസ്തുവാണ് ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടെത്തിയതുകൊണ്ട് BIS ഇന്ത്യയിലെ ടീ ബാഗുകളുടെ നിർമ്മാണത്തിൽ നിന്ന് നിരോധിച്ചത്. അപ്പോൾ എപ്പിക്ലോറോഹൈഡ്രിൻ ടീ ബാഗുകളുടെ നിർമ്മാണത്തിൽ നിന്ന് നിരോധിച്ച രാസവസ്തു. അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 3 ഇറങ്ങിയ ശിവശക്തി പോയിന്റിലെ മണ്ണിലെ രാസഘടനയുമായി വലിയ സാമ്യമുള്ളതായി അടുത്തിടെ കണ്ടെത്തിയ അന്റാർട്ടിക്കയിൽ നിന്ന് ലഭിച്ച ചന്ദ്ര ഉൽക്കാശിലയുടെ പേര്? ഉത്തരം ആൽഹ 81005. ALH 81005 എന്ന ചന്ദ്ര ഉൽക്കാശിലയാണ് അന്റാർട്ടിക്കയിൽ നിന്നും കണ്ടെത്തിയത്. അതിന് എന്തുമായി വലിയ സാമ്യമുള്ളതായി കണ്ടെത്തി? ചന്ദ്രയാൻ 3 ഇറങ്ങിയ ശിവശക്തി പോയിന്റിലെ മണ്ണിലെ രാസഘടനയുമായി സാമ്യമുള്ളതായി കണ്ടെത്തിയ അന്റാർട്ടിക്കയിൽ നിന്ന് ലഭിച്ച ചന്ദ്ര ഉൽക്കാശിലയുടെ പേരാണ് ALHA 81005. നമുക്കറിയാം, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷകൾക്കും 10 മാർക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്നു. അത് ഡിഗ്രി ലെവലായിക്കോട്ടെ, നമ്മുടെ 10th ലെവലായിക്കോട്ടെ, എല്ലാ പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കറണ്ട് അഫയേഴ്സ് കാണുക, പഠിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം: വനം വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ വനമേഖലകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ ഒന്നാമതെത്തിയ പക്ഷിസങ്കേതം? ഉത്തരം തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് ഈ പക്ഷിസങ്കേതം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സലീം അലി ബേർഡ് സാങ്ച്വറി എന്നും ഇതറിയപ്പെടുന്നു. ആ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിനാണ് വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ വനമേഖലകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ 1-ാം സ്ഥാനം ലഭിച്ചത്. അത് തട്ടേക്കാട് പക്ഷിസങ്കേതം അഥവാ സലീം അലി പക്ഷിസങ്കേതം. അടുത്ത ചോദ്യം: നാസ അടുത്തിടെ പ്രഖ്യാപിച്ച ആർടെമിസ് 3 ബഹിരാകാശ ദൗത്യത്തിന്റെ മിഷൻ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? നമുക്കറിയാം, ആർടെമിസ് 2 ദൗത്യം കഴിഞ്ഞതുള്ളൂ. അതിനുശേഷം നാസ അടുത്തിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർടെമിസ് 3 ദൗത്യമാണ്. അത് ബഹിരാകാശത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്കുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ദൗത്യമാണ്. അതിൻ്റെ മിഷൻ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് റാൻഡി ബ്രസ്നിക്. മറ്റു 3 അംഗങ്ങൾ കൂടെ ഉൾപ്പെട്ടതാണ് ആർടെമിസ് 3 ദൗത്യം. അതിലെ മിഷൻ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് റാൻഡി ബ്രസ്നിക്. അടുത്ത ചോദ്യം: 2026 മൊണാക്കോ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 ജേതാവ് ആയത് ആര്? ഉത്തരം കിമി ആന്റോനെല്ലി. കിമി ആന്റോനെല്ലിയാണ് 2026 മൊണാക്കോ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 ജേതാവ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ 8ാമത്തെ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഉത്തരം ലക്നൗ. ലക്നൌവിലാണ് ഇന്ത്യയിലെ 8ാമത്തെ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ചത്. അടുത്ത ചോദ്യം: അടുത്തിടെ യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം അസം. അസം സംസ്ഥാനമാണ് യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ലാൻഡ് പോർട്ട് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം? ഉത്തരം വിനിമയ്. നമ്മുടെ കേന്ദ്രമന്ത്രിയായ
അമിത് ഷായാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ലാൻഡ് പോർട്ട് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റമാണ് വിനിമയം. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ ജൂൺ 15 മുതൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം പ്രിയദർശിനി. നമുക്കറിയാം, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 ഗ്യാരണ്ടി സ്കീമുകളിൽപ്പെട്ട ഒരു പദ്ധതിയാണ് KSRTC ഓർഡിനറി ബസ്സുകളിൽ ഉള്ള സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. ആ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു പേരായ പ്രിയദർശിനി എന്നുകൂടി ഇന്ദിരാഗാന്ധി അറിയപ്പെടുന്നു. ആ പേരാണ് ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്നത്. അധികാരത്തിലേറിയ UDF ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. അതെന്താണ്? KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രയുടെ പദ്ധതിയുടെ പേരാണ് പ്രിയദർശിനി. അടുത്ത ചോദ്യം, ISRO നിർമ്മാണവും വിക്ഷേപണവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ തീരുമാനിച്ച ബാഹുബലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ റോക്കറ്റ്? ഉത്തരം LVM-3. ഇന്ത്യയുടെ ബാഹുബലി എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ റോക്കറ്റാണ് LVM-3. അത് ISRO അതിന്റെ നിർമ്മാണവും വിക്ഷേപണവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാഹുബലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ റോക്കറ്റാണ് LVM-3. അടുത്ത ചോദ്യം, 2026 നടന്ന പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം? ഉത്തരം ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യയാണ് പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. നമുക്കറിയാം, ഈ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇന്ത്യയിൽ വെച്ച് തന്നെയാണ്. അതിൽ ഇന്ത്യ 114 മെഡലുകളുമായി ഒന്നാമതെത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ 102 ഗോൾഡ് ഉൾപ്പെടെയുള്ള 114 മെഡലുകളുമായി പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇത്രയുമാണ് ജൂൺ 12 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, PSC പരീക്ഷകൾക്ക് ചോദിക്കും എന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കാണാനും ആ വീഡിയോ കണ്ട് അതിൽ നിന്ന് അത് പഠിച്ച് എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്ക് വാങ്ങാനും നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ.